എന്റെ ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ടാക്കാം. ആളാരാണെന്ന് ആദ്യം പറയരുത്. എന്റെ കൂടെ കണ്ടാലേ അവൾക്ക് ആളെ മനസ്സിലാവും. വാസുദേവന്റെ മോളാന്നറിയുമ്പോ നല്ല രസമായിരിക്കും. അവളുടെ മോളാദ്യം ചെല്ലെ, ഞാൻ പറയാം. ചെല്ലെ ചെല്ലെ. കർത്തവ്യമേനല്ലേ പേര്? ആരാ? മോളെവിടെ? മീനു. മനസ്സിലായില്ലല്ലോ. ഞാൻ ആരാണെന്ന് ഒടുവിലേ പറയൂ. അമ്മയ്ക്ക് മീനു എന്നൊരു മോളില്ലേ? മീനു എവിടെ? മോളെ മീനു, ദാ വരുന്നു അമ്മേ. ചേട്ടാ, ചേട്ടൻ എങ്ങനെ ഇവിടെ എത്തി? കുട്ടിയുടെ ചേട്ടനാ? ആരാ അമ്മേ? ആരോ എന്റെ പേര് വിളിക്കുന്നല്ലോ. ആരാണ് സ്ത്രീ? വെറുതെ കളിയാക്കല്ലേ. അന്ധന്മാർക്ക് കണ്ണടയും മടിയും കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ടാണോ പോകുന്നത്? എന്നോടാണോ ആ സ്ത്രീ സംസാരിക്കുന്നത്? ആരോടാ ഞാൻ സംസാരിക്കേണ്ടത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചിലപ്പോ ആ സ്ത്രീക്ക് ആള് മാറിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ മാനസികമായ എന്തെങ്കിലും തകരാറായിരിക്കും. ചേട്ടാ, വെറുതെ തമാശയായി വിചാരിക്കില്ലേ കേട്ടോ. ഏതോ സ്ത്രീ എന്നെ തുടങ്ങി. അമ്മ ഏത് ഇതവരെ പുറത്തേക്ക് വെച്ചു? എന്റെ മുഖത്ത് നോക്കി പറയൂ, ഞാൻ ഗോവിന്ദേട്ടന്റെ ആരുമല്ലെന്ന്. കാഴ്ചശക്തിയില്ലാത്ത ഞാൻ എങ്ങനെ നിങ്ങളെ കാണാനാണ്? എന്റെ കണ്ണു എടുത്ത് പ്ലീസ്. എന്നു മുതലാ ഗോവിന്ദേട്ടന്റെ കാഴ്ച പോയത്? ആരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഈ നാടകം? മീനു, ഇവർ പോകുന്നില്ലെങ്കിൽ ഞാൻ പോകാം. മനുഷ്യനെ ഇങ്ങനെ സ്വയം കെടുത്തിയാൽ? വേണ്ട, ആരും പോണ്ട. ഞാൻ പോലീസിനെ വിളിക്കാം. വരട്ടെ, പോലീസ് വരട്ടെ. ഈ കള്ളക്കളി എന്തിനാണെന്ന് അപ്പൊ മനസ്സിലാവുമല്ലോ. വേണ്ട മീനു, വെറുതെ പോലീസിനെ ബുദ്ധിമുട്ടിക്കണ്ട. നീ വിളിക്കേ, രണ്ടെണ്ണത്തിനും പിടിച്ചാത്താക്കാം. പറയടാ പറയടാ. എനിക്ക് എനിക്ക് എനിക്കറിയില്ല. ഇല്ല. ഗോവിന്ദേട്ടൻ കെട്ടി ഈ താലി തൊട്ട് സത്യം ചെയ്യാമോ? എന്നെ അറിയില്ലെന്ന്. ഞാൻ ഗോവിന്ദേട്ടന്റെ ഭാര്യയല്ലെന്ന്. താലിയോ? ഞാനെന്തിനാ? സത്യം ചെയ്യണോ? അന്യ സ്ത്രീകളുടെ താലിയിലോ ദേഹത്തോ തൊടുന്നത് പാപമല്ലേ? അല്ല, ഗോവിന്ദേട്ടൻ ഈ താലി തൊടാം. സത്യം അറിയാനല്ല. സത്യം ചെയ്യാനാ പറഞ്ഞത്. ശരി, എവിടെ താലി? സകല ദൈവങ്ങളെയും സാക്ഷി നിർത്തി ഞാൻ സത്യം ചെയ്യുന്നു, ഈ പെൺകുട്ടി എന്റെ ഭാര്യയാണ്. എടാ ചെമ്മാടി, നീ ഇത്രയും ദിവസം കണ്ണുമുട്ടനായിട്ട് അഭിനയിച്ച് ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേ? ഓഹോ, അപ്പൊ കുറെ നാളായല്ലേ ഇത് തുടങ്ങിയിട്ട്? അല്ല, ഞാൻ പറ്റിക്കായിരുന്നില്ല. പിന്നെ എന്തായിരുന്നു ഉദ്ദേശം? മനസ്സിലായില്ല. എനിക്ക് മതിയായി ഗോവിന്ദേട്ടാ, ഇനി ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വരില്ല. ശോഭേ, നിൽക്കൂ. അല്ല, നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ അത്ര വലിയ ഗൗരവമുള്ള പ്രശ്നമൊന്നുമല്ല ഇത്. ഞാനും മീനുന്റെ അച്ഛനും തമ്മിൽ ഒരു ബെറ്റ് വെച്ചു. ഒരു ജെന്റിൽമാൻസ് ബെറ്റ്. ബെറ്റി തോക്കുന്നതോ പോട്ടെ, നിന്റെ ഭർത്താവ് തല മുട്ടയടിച്ച് നടക്കുന്നത് കാണാനുള്ള കരുത്ത് നിനക്കുണ്ടോ ശോഭ? എന്ത് ബെറ്റായാലും ദിസ് ഇസ് ടു മച്ച്. ചേടാ, നമ്മുടെ മീശകാരി തന്നോട് വെച്ച ബെറ്റ് എന്തിനായിരുന്നു അച്ഛനായിട്ട് ബെറ്റ് വെച്ചത്? ഞാൻ പറയാം. പക്ഷേ ഇവിടെ നടന്നൊക്കെ ഒരു കളിയായിട്ടേ നിങ്ങളൊക്കെ എടുക്കാവൂ. അതൊക്കെ പിന്നെ തീരുമാനിക്കാം. കാര്യം പറയൂ. ഒരിക്കൽ ബസ്സിൽ വെച്ച് ഞങ്ങൾ തമ്മിലൊന്ന് ഉടക്കി. ചേടാ, എന്നാലും നീ പൊട്ടക്കണ്ണന്റെ വേഷം കെട്ടി എന്റെ മോളെ വശീകരിക്കാൻ നോക്കിയല്ലോടാ. അയ്യോ അമ്മേ, അല്ല ചേച്ചി, സത്യമായിട്ടും എനിക്ക് യാതൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ടൊന്ന് വരട്ടെ, വെച്ചിട്ടുണ്ട് മീശയുടെ ഒരു ബെറ്റ്. കുഞ്ഞേ, ദേ നിന്നെ കെട്ടിയനെ വിളിച്ചോണ്ട് വീട്ടിൽ പോയിക്കോ. കൂടുതൽ കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട. പോയിക്കോ. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ ഇങ്ങോട്ട് വന്നത്. ഇനി വരികയോ പോവോ എന്ത് വേണോ ചെയ്യട്ടെ, ഞാൻ പോകുന്നു. ശോഭേ, എന്റെ നിന്തിരിവിടെ കൂടെ കൊണ്ടുപോയിക്കോ. പോയിക്കോ. ശോഭേ, ഇവിടെ ഒന്ന് വെച്ചേ. ചൂടാതെ നിനക്ക് ഞാൻ ഒന്നൊരു സാരി വാങ്ങിച്ചു തരാം. ഇതൊക്കെ ചേട്ടൻ്റെ ഒരു തമാശയല്ലേ?
മോളെ, ഈ വടി മോളിൽ കൊണ്ട് ഒളിച്ചു വെക്കണം. ആ കിളവൻ കണ്ട എടുത്തോണ്ട് പൊക്കളയും. അവിടെ നിൽക്കണം, ഇങ്ങോട്ടൊന്ന് വരണം. വലിയ ധർമ്മപുത്രാണല്ലേ? ബെറ്റ് വെച്ച് വെച്ച് ഭാര്യയും മകളെയും വരെ ബെറ്റ് വെക്കുക അല്ലേ? എന്താ സരസ്വതി ഈ പറയുന്നത്? മോളെ വടിഞ്ഞതാ. നിങ്ങളെ ഒന്ന് അകത്തേക്ക് വരണം. എന്തിനാ സരസ്വതി? എനിക്ക് നിങ്ങളൊന്ന് സംസാരിക്കാനുണ്ട്. ഇവിടെ വെച്ച് നമുക്ക് അകത്ത് പോയി സംസാരിക്കാന്നേ. അതെ, ഇവിടെ വെച്ച് പറയാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ സരസ്വതി. നമ്മൾ ബെറ്റ് വെച്ചോ? ആരോട്? പൊട്ടക്കെണ്ണം പറഞ്ഞു കൊടുത്തായിരിക്കും. നിങ്ങൾ ബെറ്റ് വെച്ചോ? ബെറ്റ് വെച്ചോന്ന്? ഒരു ബെറ്റ് വെച്ചു. ബെറ്റ് വയ്ക്കോ? സരസ്വതി, അബദ്ധം പറ്റിപ്പോയതാ. അതെ, ഇനി മേലെ ഞാൻ ആരോടും ബെറ്റ് വെക്കൂല. ഇനി ബെറ്റ് വെക്കുവോന്ന്? ഇല്ല, തീർച്ച. മേലാൽ അങ്ങനെ ചെയ്യോ? ചെയ്യൂല പറഞ്ഞാൽ ചെയ്യൂല. എന്താ ഉറപ്പ്? ബെറ്റ് വെക്കാം. ഹിന്ദി മാഷല്ലയോ? അതെ. ഇവിടെ ഹിന്ദി പഠിക്കാൻ വരുന്ന ഒരുത്തല്ലയോ ഭക്തവത്സലൻ? അവന്റെ കാലിന് നീരായിട്ട് കിടക്കുക. മാഷ് ഉടനെ മേജർ നായരുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. വീടറിയാലോ? മേജർ നായരുടെ മകന്റെ കാര്യമല്ലയോ നിങ്ങൾ പറയുന്നത്? മകനോ? മകൻ തന്നെ. ഇപ്പൊ വന്നാ വളരെ സൗകര്യമായിരിക്കും. അയാൾക്ക് എന്താ പറ്റി? അവിടെ വരുമ്പോ അറിയാലോ. ഞാൻ ഉടനെ വന്നേക്കാം, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ. ഉടനെ വരണേ, എക്സാം ഉള്ളോ. എടാ മകനെ, അവന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലായില്ലല്ലോ. അവനെ കണ്ടാ തന്നെ അറിഞ്ഞൂടെ കള്ളൻ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിട്ട് എന്താ എന്നോട് പറയാത്തത്? നീ ഏർപ്പെടുത്തിയ ഒരാളെ പറ്റി ഞാനാണ് അഭിപ്രായം പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഏതഭിപ്രായമാണ് സാർ സ്വീകരിച്ചിട്ടുള്ളത്? അയാളാണ് ആ കൃത്യനിഷ്ഠക്കാരൻ. കൃത്യസമയത്തിന് വരും. മാസ്റ്റർ അകത്തോട്ട് എങ്ങനെ വിളിച്ചിരുന്നട്ടെ. ആ കാട്ടുകളിൽ എന്താ പറയുന്നത് നമുക്കൊന്ന് അറിയണമല്ലോ. ഞാനും മാറി നിൽക്കാം, എന്നെ വെറുതെ സംശയിക്കണ്ട. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? അവന്റെ അടുത്ത് ബെറ്റ് വെച്ചിട്ടുണ്ടോ? എന്തോന്ന് പറ്റ്? ഞാൻ അവനെ ആദ്യം കാണുന്നതന്നെ ഇവിടെ വെച്ച മാഷ. നമസ്തേ മാസ്റ്റർ ജി, ആയിയേ ബൈഠിയേ. എനിക്ക് നല്ല സുഖമില്ല. ഇന്ന് ക്ലാസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതോ അവിടെ ചെന്നപ്പോ ആളെ കണ്ടില്ലേ? ആരെ? അത് പോട്ടെ. സാറിന്റെ വല്യച്ഛൻ എങ്ങനെ ഇരിക്കുന്നു? വല്യച്ഛൻ? ആ ഉത്തർപ്രദേശുകാരൻ വല്യച്ഛൻ. ഓ, ഉത്തർപ്രദേശ് വല്യച്ഛൻ. അദ്ദേഹം മരിച്ചുപോയല്ലോ. അമ്മാവൻ അമ്മാവൻ. അദ്ദേഹത്തെ കണ്ടിട്ട് ഒത്തിരി നാളായി. സാറിന്റെ വീട്ടിൽ ആർക്കോ സ്മോൾ പോക്സ് ആണെന്നോ ചാവാൻ കിടക്കുന്നെന്നോ? സ്മോൾ പോക്സ് ഇല്ല. സത്യം പറ, താൻ ആരാ? എന്തുദ്ദേശിച്ച ഈ വേഷം കെട്ടിവിടെ വന്നത്? മേഡം, എന്ത് പറ്റി? ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലേ? ഇപ്പൊ ഞാൻ പോലീസ് പിടിച്ചു കൊടുക്കും. മേഡം, അതിന് ഞാനിവിടെ മോഷ്ടിക്കാൻ വന്നതല്ലോ. ഇവിടെ പഠിപ്പിക്കാൻ വന്ന മാസിനെ വിളിച്ചോണ്ട് പോയി നീ പഠിച്ചിട്ട് അത് ഇവിടെ വന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാ ഞാൻ ചോദിക്കുന്നത്. ആര് പറഞ്ഞു? ഭഗവാനെ, ഇതെന്തൊരു ലോകം, എന്തൊരു നുണ. മുझे ജീനേ ദോ. മുझे ജീനേ ദോ. നീ മേഘന്റെ മോനാണെന്ന് പറഞ്ഞില്ലടാ? എനിക്ക് സ്മോൾ പോക്സ് എന്ന് പറഞ്ഞില്ലടാ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ അങ്ങനെ പറഞ്ഞതായി ഏത് തെണ്ടിയാണ് നേരത്തോട് പറഞ്ഞത്? ഞാൻ തന്നെയാണ് ആ തെണ്ടി. അടിച്ച് നിന്റെ കരണക്കുറ്റിയും പൊട്ടിച്ചോളി. ഓ, തന്നെ ഇവിടെ കെട്ടിയെടുത്തിട്ടുണ്ടല്ലേ? തന്നെ ഞാൻ പുറത്ത് വെച്ച് കണ്ടോളാം. അന്ന് നിന്റെ ജാവമായിരിക്കും. കൊല്ലും ഞാൻ. ആരെ കൊല്ലുവാ നീ? എന്റെ സ്റ്റുഡന്റിന് മുമ്പ് വെച്ച് എന്നെ അവമാനിക്കല്ലേ മേഡം? എടാ, അയ്യോ മേഡം, ഇനി ഈ റോഡിൽ തന്നെ കണ്ടുപോരുത്. ഭഗവാനെ, ഇങ്ങനെ ഒരു കള്ളന്മാര്. ഇപ്പൊ മനസ്സിലായോ ഓരോരുത്തന്മാരുടെ തനിനിറം? വീട്ടിലുള്ള ആണുങ്ങളോട് ആലോചിക്കാതെ ഓരോരോ തോന്നിവാസങ്ങൾ കാണിച്ചാല് നാട്ടിലുള്ള കള്ളന്മാർ കയറി വീട് ഭരിക്കും. മനസ്സിലായോ? അറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയി. ആ, ദേ, ഇനി അതും പറഞ്ഞിട്ട് കൈ ഭരിക്കാൻ വരരുത്, പറഞ്ഞേക്കാം. ആരെങ്കിലും അവള് പ്രേമിച്ചാ മതിയല്ലോ. സത്യസന്ധനായ ഈ ഗോപിപ്പിള്ള പറയുന്നു അവക്ക് പ്രേമമുണ്ട്. തനിക്ക് ദിവസേന കള്ള് കുടിക്കാനുള്ള അടവാണെങ്കിൽ അത് പറഞ്ഞ പോരെ? ബാച്ചോണ്ട് അത് പറയരുത്.
നീ പറഞ്ഞത് എന്ത്? ഞാൻ സത്യസന്ധമാ അന്വേഷിച്ച ശേഷമാ പറഞ്ഞത്. അവക്ക് പ്രേമമുണ്ട്. ആ ദരിദ്രവാസി പരസ്യമായി എന്നെ നടുറോട്ടിൽ വെച്ച് തല്ലി. അവന്റെ ഒരു വശത്തെ മീശ എടുക്കുക എന്നുള്ളത് എന്റെ ഒരു ആവശ്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ കളവ് പറയുമോ എന്റെ പൊന്നണ്ണ? അണ്ണ, അണ്ണന്റെ ജീവിതത്തിൽ കള്ളല്ലാതെ വേറെ എന്തും പറഞ്ഞിട്ടുണ്ടോ എന്റെ അണ്ണ? തന്നണ്ണ അതെ അതെ, ആരുമായിട്ട് അവൾക്ക് പ്രേമം? ഒരു കാളെ വലവലാതിയായിട്ട്. മേജർക്ക് അത് മതി. ആളെ ഞാൻ കാണിച്ചു തരാം. അവനെ കൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ കല്യാണം കഴിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്താ മതി. അല്ല, നമുക്ക് അല്പം കൂടി മദ്യപിച്ചാലോ? ഒന്നുമില്ല, ഇപ്പൊ കുടിച്ചോടത്തോളം മതി. കാര്യം സക്സസ് ആവുകയാണെങ്കിൽ തനിക്ക് കള്ള് ഷാപ്പിൽ ഒരു ജോലി ഞാൻ വാങ്ങിച്ചു. സ്വാമിയേ, എനിക്കത് മതിയേ. ജോലിയോ? അല്ല, കള്ള് ഷാപ്പ് വാങ്ങിച്ചാ ഒന്ന് മാറുക. നിനക്കൊരു വിചാരമുണ്ട് നീ വലിയൊരു സുന്ദരനാണെന്ന്. എന്താ അല്ലേ? പിന്നെ എടാ, പുരുഷന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവന്റെ പെരുമാറ്റത്തിലുള്ള ഡീസൻസിയാ. അങ്ങനെയുള്ളവരെ മാത്രമേ പെൺകുട്ടികൾ ഇഷ്ടപ്പെടൂ. നിനക്കതില്ല. എന്നെ അവൾക്ക് ഇഷ്ടമായിരുന്നു. എന്താ ഡീസൻസി? ഒരു സത്യം പറഞ്ഞാൽ നീ ഞെട്ടരുത്. നിന്നെ അവൾക്ക് അറപ്പായിരുന്നു. പിന്നെ രണ്ടുപേർക്കും പണ്ടേ നമ്മുടെ സ്വല്പം ചോരുക്കുണ്ടല്ലോ. എന്ത് ചെയ്യാം, ഞാനൊരു സുന്ദരനായിപ്പോയി. അവൾ വീണു വീണില്ല എന്ന വരുവത്തിയായിരുന്നു. രണ്ടുകൂടെ ചേർന്ന് നമുക്കിട്ട് പാര വെച്ചു കളഞ്ഞു. എന്നെ അങ്ങ് വിട്ടേരെ. യഥാർത്ഥ പാര ഏത് ഭാഗത്തു നിന്നാണ് വന്നതെന്ന് എനിക്കറിയാം. മഹത്തായ ഒരു ലക്ഷ്യം നേടാൻ നമ്മൾ പരിശ്രമിച്ചു, നടന്നില്ല. പാര വന്നത് ഏത് ഭാഗത്ത് നിന്നാ കോരെ? ഈ കോരയ്ക്ക് പാര വെച്ചാണ് ആയര. നിങ്ങൾക്കുള്ള പാരയും ആ ഭാഗത്ത് നിന്നാ വന്നിട്ടുള്ളത്. ഉറപ്പാണ്. എടാ, നിന്റെ ഒന്നും തലയിൽ ആള് താമസമില്ലേ? അയാള് കള്ളനാ. എന്നെ അയാള് കുടിപ്പിച്ച് കുരങ്ങനായി കളഞ്ഞില്ലേ? ഓഹോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ തീവ്രവാദികളാകേണ്ടി വരും. എന്ന് വെച്ചാൽ ആ മീശക്കഴുവേറിയെ നമ്മൾ ചില അഭ്യാസങ്ങൾ പഠിപ്പിക്കുന്നു. നന്മ ചെയ്യാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. ഒത്തുപിടിച്ചാൽ അവൾക്ക് വരുന്ന സകല കല്യാണാലോചനകളും നമുക്ക് മുടക്കാൻ കഴിയും. കൊള്ളാം, നല്ല കാര്യം. അങ്ങനെ ആ കിളവൻ ഗതി മുട്ടുമ്പോൾ മുട്ടുകുത്തും. എന്റെ കാലിൽ കാലേതാണ് നമുക്ക് പിന്നെ തീരുമാനിക്കാം. നമ്മുടെ പഠിത്തം നിർത്തേണ്ടി വന്നാലും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. നീ മാറരുത്. ഞാൻ മാറുന്ന പ്രശ്നമേ ഇല്ലെന്ന്. ഓക്കെ. ഓക്കെ.